ഇന്നലെ ഇവിടെ അവതരണ ഗാനം കണ്ടപ്പോൾ ഞാൻ ഓർത്തത് മറിയാമ്മയെക്കുറിച്ചാണ്. മലയാള നാടക സാഹിത്യ ചരിത്രം പഠിക്കുമ്പോൾ ആദ്യം വരുന്നത് ചവിട്ടു നാടകങ്ങളാണെങ്കിലും അതൊരു പൂർണ്ണ മൗലികമായ കൃതിയല്ല എന്ന് പറഞ്ഞ് സാഹിത്യ പടുക്കൾ ഒഴിവാക്കുകയും കേരളവർമ്മ വലിയ തമ്പുരാൻ്റെ അഭിജ്ഞാന ശാകുന്തളത്തെയാണ് മലയാളത്തിലെ ആദ്യത്തെ നാടകമായി വിലയിരുത്തുന്നത്. എന്നാൽ മലയാളത്തിലെ ആദ്യത്തെ സ്വതന്ത്ര സാമൂഹ്യ നാടകമാണ് മറിയാമ്മ. അമ്മായിയമ്മ പോരാണ് നാടകത്തിലെ വിഷയം. ചില മെത്രാന്മാർ എറണാകുളത്തെ വിശ്വാസികളോട് നടത്തിയ അമ്മായിയമ്മ പോരിൻ്റെ കഥ പറയാനല്ല ഞാനത് പറഞ്ഞത്. കേരളത്തിലെ നവോത്ഥാന കാലഘട്ടത്തിൽ കല എങ്ങനെ ജനങ്ങളോട് സംവേദിച്ചു എന്നുള്ളതാണ്. വീട്ടി ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, MRBയുടെ മറക്കുടയിലെ മഹാനരകം എന്നീ നാടകങ്ങളാണ് നമ്പൂതിരി സമുദായത്തിൽ മാറ്റങ്ങളുണ്ടാക്കിയത്. കെ ദാമോദരൻ്റെ പാട്ടബാക്കി, ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി, KPSCയുടെ എൻ്റെ മകനാണ് ശരി എന്നീ നാടകങ്ങൾ ചലനങ്ങളുണ്ടാക്കിയ കാലത്ത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു നാടകമാണ് സോമൻ്റെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി. ജനാർദ്ദനക്കുറുപ്പിനെ പോലുള്ളവർ പരിഷ്കരിച്ച് രംഗത്ത് അവതരിപ്പിക്കുമ്പോഴാണ് കേരളത്തിലെ ഏറ്റവും അധികം അവതരിപ്പിക്കപ്പെട്ട സോമൻ്റെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം. സോമൻ എന്ന് പറയുന്നത് തോപ്പിൽ ബാസിയുടെ തൂലികാനാമമാണ്. ഈ കലയെയും സംസ്കാരത്തെയും സംഗീതത്തെയും കൂട്ടുപിടിച്ച് ജോസഫ് പാറേക്കാട്ടിൽ എന്ന് പറയുന്ന ഒരു മെത്രാൻ ആബേൽ എന്നൊരു അച്ഛനെയും കൂട്ടിച്ചേർത്ത് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിടയിൽ ഉണ്ടാക്കിയ നവോത്ഥാനത്തിൻ്റെ ചരിത്രമാണ് ഇന്നലെ അവതരണ ഗാനത്തിൽ ഞാൻ ഓർത്തെടുത്തത്. പ്രാർത്ഥനകൾ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പഠിപ്പിച്ചയാളാണ് ആബേലച്ഛനും പാറേക്കാട്ടിലച്ഛനും. കേരളത്തിലെ ക്രൈസ്തവർക്ക് മുഴുവനുമായിട്ടുണ്ടാക്കിയ ആ മാതൃകകൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? മെത്രാൻ്റെ തൊപ്പിയിൽ കനകസിംഹാസനങ്ങൾ ഉണ്ടാക്കുന്നതിൽ, കർത്താവിൻ്റെ ആലയം തുണിയിട്ട് മൂടുന്നതിൽ, നമുക്ക് പരിചിതമല്ലാത്ത രൂപത്തെ ദൈവമെന്ന് വിളിക്കുന്നു പറയുന്നതിൽ, അപ്പുറം സുറിയാനി എന്ന വേദഭാഷയിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതിൽ, മലയാള ഭാഷ ഭരണഭാഷയാകണമെന്ന് പഠിപ്പിക്കുന്ന കാലത്താണ് ആരാധന ഭാഷ സുറിയാനിയാകണമെന്ന് പറയുന്നത്. ദൈവത്തിന് മനസ്സിലായില്ലെങ്കിലും പ്രാർത്ഥിക്കുന്നവനെങ്കിലും മനസ്സിലാകണ്ടേ? മെത്രാന്മാർ കാലത്തിന് പാകമാകാത്ത പഴുന്തുണ്ണികളാകരുത്. TJ മത്തായി സാറ് ഇന്നലെ ഇവിടെ പ്രസംഗിച്ചു. വളരെ ത്യാഗപൂർണമായ ഒരു ജീവിതമാണ് അദ്ദേഹത്തിൻ്റെതൊക്കെ. കാരണം പൗത്തിൽ പിതാവ് ഓറിയൻ്റലിസത്തിൻ്റെ മുഷ്ക് അവതരിപ്പിക്കുന്ന കാലത്ത് നേർക്ക് നേരെ നിന്ന് സ്കറിയ സക്കറിയ സാറും TJ മത്തായി സാറും ഒക്കെ പോരടിച്ചവരാണ്. പക്ഷെ അദ്ദേഹം ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ ചരിത്രപരമായ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്താനാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹവും ഇന്നലെ പറഞ്ഞത് പോർച്ചുഗീസുകാർ എന്തൊക്കെയോ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ തോട്ടുകര അച്ഛൻ ഈസ്റ്റ് സിറിയക് പീരീഡ് പറയുമ്പോഴും അത്തരത്തിൽ തന്നെയുള്ള ചില ആവർത്തനങ്ങൾ വന്നു പോയതുകൊണ്ട് ചരിത്രപരമായ ചില കാര്യങ്ങൾ കൂടി ഞാൻ പരാമർശിക്കുകയാണ്. ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, പോർച്ചുഗീസുകാർ നമുക്കൊന്നും നഷ്ടപ്പെടുത്തിയിട്ടൊന്നുമില്ല. 1599 കുടമാളൂർ സുന്നഹദോസ് കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്ത് മലയരയർ ക്രിസ്തുമതത്തിൽ ചേരാൻ വരുന്നു എന്നറിഞ്ഞ് മെനേസിസ് മലയരയർക്ക് ക്രിസ്തുമതം നൽകുമ്പോഴാണ് കാഞ്ഞിരപ്പള്ളി മുതൽ പാലാവരെ തൊടുപുഴ വരെ ക്രിസ്ത്യാനികൾ ഉണ്ടാകുന്നത്. ഡച്ച് രേഖകൾ പറയുന്നത് 3 ഭണ്ഡാരങ്ങൾ ഉൾപ്പെടെ 8 മൂപ്പന്മാരാണ് ആദ്യം വന്നതെന്നാണ്. മെനേസിസ് മെത്രാപ്പൊലിത്തയുടെ ജീവചരിത്ര പുസ്തകത്തിൽ പറയുന്നത് അവയിൽ ഓരോന്നിലും 5000-ൽ കുറയാത്ത ആളുകളുണ്ടായിരുന്നുവെന്നാണ്. അവയിൽ ഒന്നിൽ 10,000-ൽ കുറയാത്ത ആളുകളുണ്ടായിരുന്നുവെന്നാണ്. പോർച്ചുഗീസ് പടയാളികൾ കാവിൽ നിന്ന് പൂഞ്ഞാർ പെരുമാളിൽ നിന്ന് സ്ഥലം വാങ്ങി മുസ്ലിങ്ങൾ അതിനെ എതിർത്തപ്പോൾ പോർച്ചുഗീസ് പടയാളികൾ കാവിൽ നിന്ന് സെൻറ്റ് മൈക്കിളിൻ്റെ പേരിൽ പണി കഴിപ്പിച്ചതാണ് ഇന്നത്തെ അരുവിത്തറ പള്ളി. പോർച്ചുഗീസ് മിഷനറിയായ
ഫ്രാൻസിസ് റോസ് ഒരു സുറിയാനി പണ്ഡിതനായിരുന്നു. അദ്ദേഹം പ്രസിദ്ധീകരിച്ച് ഒരു തക്സ നൽകുമ്പോഴാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് സുറിയാനിയിലൊരു തക്സ ഉണ്ടാകുന്നത്. നമുക്കറിയാം, വർത്തമാന പുസ്തകത്തിൽ തെണ്ടിപ്പെറുക്കി കഷ്ടപ്പെട്ട് കരിയാറ്റി മെൽപ്പാൻ റോമിൽ പോകുമ്പോൾ അദ്ദേഹം തഴയപ്പെടുകയാണ്. അവിടെ നിന്നും നിരാശരായി പോർച്ചുഗലിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോർച്ചുഗൽ ബന്ധം വഴി പോർച്ചുഗീസ് രാജ്ഞിയെ കാണുമ്പോൾ പോർച്ചുഗീസ് രാജ്ഞിയുടെ ഔദാര്യം കൊണ്ടാണ് നമുക്കാദ്യമായിട്ട് കരിയാറ്റി മെത്രാനുണ്ടാകുന്നത്. നാം ഇന്ന് ഉപയോഗിക്കുന്ന കപ്പ, പൈനാപ്പിൾ, കടച്ചക്ക, കശുമാവ്, ഇതെല്ലാം വന്നത് പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതാണ്. പൗരസ്ത്യ നാടുകളിൽ നിന്നൊന്നും വന്നില്ല എന്ന് പറഞ്ഞുകൂടാ. ഈ അടുത്ത കാലത്ത് ഒരു തിരുമേനി പോയി ഒരു അത്ഭുത സസ്യം നമുക്ക് കൊണ്ടു തന്നു, മാഞ്ചിയം. നമ്മുടെ ഭാഷയിൽ പ്രയോഗത്തിലുള്ള മേശ, കസേര, ജന്നൽ, പേന, സവോള തുടങ്ങി 150ഓളം വാക്കുകൾക്കും നാം കടപ്പെട്ടിരിക്കുന്നത് പോർച്ചുഗീസുകാരോടാണ്. നാം ഈ സഭാതർക്കത്തെക്കുറിച്ച് പറയുന്ന 1599 സുന്നഹദോസിൻ്റെ കാലത്തോ 1653 കൂനൻകുരിശ് സത്യത്തിൻ്റെ കാലത്തോ പോർച്ചുഗീസുകാർക്ക് നമ്മുടെ നാട്ടിൽ പറയത്തക്ക അധികാരങ്ങളൊന്നും ഇല്ലായിരുന്നു. 1550 കൂടി പോർച്ചുഗീസുകാരുടെ സ്വാധീനം കൊച്ചിയിൽ നിന്ന് ഏറെക്കുറെ കുറയുകയാണ്. എങ്ങനെയാണ് ഈ പോർച്ചുഗീസ് വിരുദ്ധത നമ്മുടെ വിശ്വാസക്രമത്തിലേക്ക് കടന്നുകൂടുന്നത്? 1653 കൂനൻകുരിശ് സത്യത്തിന് ശേഷം പിരിഞ്ഞു പോയവർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. എന്തുകൊണ്ടാണ് കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തിൽ പിരിഞ്ഞു പോയവർ പുത്തൻകുറ്റുകാരെന്നും നിലനിന്നു പോയവർ പഴയ കൂറുകാരെന്നും പറഞ്ഞത്? ഇവിടെ കത്തോലിക്ക വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു പൂർവ്വവിശ്വാസ സംഹിത ഉണ്ടായിരുന്നെങ്കിൽ പിരിഞ്ഞു പോയവർ പഴയ കൂറുകാരും നിലനിന്നവർ പുത്തൻകൂറുകാരുമാകണ്ടേ? അങ്ങനെ ഒന്നില്ലായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 1665 ആദ്യമായിട്ട് ഒരു അന്ത്യോക്യൻ മെത്രാൻ ഇവിടെ വരുന്നത്, ഗ്രിഗോറിയോസ്. അദ്ദേഹത്തിൻ്റെ കുർബാന കണ്ട എല്ലാവരും അതിന് നിഷ്കരണം തള്ളിക്കളയുകയും അവർ പറഞ്ഞ കമൻറ്റ്, ഇദ്ദേഹം മാർപ്പാപ്പയുടെ അനുവാദമുള്ള ആളല്ല, ഞങ്ങളുടെ വിശ്വാസമല്ല എന്നാണ്. 1875 വരെയെങ്കിലും ഫ്രാൻസിസ് റോസ് പരിഷ്കരിച്ച് നൽകിയ ആ തക്സയുടെ മാതൃകകൾ തന്നെയാണ് പുത്തൻകൂറുകാരും പഴയ കൂറുകാരും പിന്തുടർന്നിരുന്നത്. 1836 പോലും പുത്തൻകൂറുകാർ ജപമാല ചൊല്ലിയിരുന്നതിനും അരുളിക്ക് വണങ്ങിയതിനും തിരുസ്വരൂപങ്ങൾ വണങ്ങിയതിനും തെളിവുകളുണ്ട്. 1875 അന്ത്യോക്യൻ പാത്രിയാർക്കീസിൻ്റെ വരവോടുകൂടി മാത്രമാണ്. അതിന് 2 കാരണങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, പുനരൈക്യ ശ്രമങ്ങൾ പരാജയപ്പെടുകയും 2, ഇംഗ്ലീഷ് മിഷണറിമാർ പുത്തൻകൂറുകാരിൽ സജീവമായ സാന്നിധ്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങിയ സാഹചര്യത്തിലാണ് പരിപൂർണമായും അന്ത്യോക്യൻ വിശ്വാസക്രമങ്ങൾ കേരളത്തിൽ 1875 ശേഷം 1876 നടന്ന മുളന്തുരുത്തി സുന്നഹദോസോട് കൂടിയാണ് ഇത് സംഭവിക്കുന്നത്. അതേ 1876 നടപ്പിലാക്കപ്പെട്ട ആ യാക്കോബായ വൽക്കരണത്തിലേക്കാണ് സീറോ മലബാർ സഭയിലെ ചില മെത്രാന്മാർ നമ്മളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അതിനെയാണ് നാം എതിർക്കേണ്ടത്. ഈ സഭയുടെ ഈ ജനകീയ സിനഡ് കൂടുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത്, ഈ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, അപേക്ഷിക്കാനുള്ളത് 2 കാര്യങ്ങൾ നമ്മൾ പറയണം. ഇന്നലെ വരെ നമ്മൾ സമരം ചെയ്ത്, എനിക്ക് 2 മിനിറ്റ് കൂടി തരുമോ? ഇന്നലെ വരെ നാം സമരം ചെയ്തത് ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ എങ്ങനെ ആരാധിക്കണം എന്നുള്ളതിന് വേണ്ടിയായിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ സീറോ മലബാർ സഭയിലെ അടിസ്ഥാന പ്രശ്നം എങ്ങനെ ആരാധിക്കണമെന്നുള്ളതല്ല, എന്തിനെ ആരാധിക്കണമെന്നുള്ളതാണ്. നാം പരിചയപ്പെട്ടിട്ടുള്ള, നാം ശീലിച്ചിട്ടുള്ള ക്രിസ്തു രൂപത്തെയാണോ നാം ആരാധിക്കേണ്ടത്? മാനിയുടെ അടയാളത്തെ ക്രിസ്തു എന്ന് വിളിച്ച് ആരാധിക്കണോ? ഇതൊരു വലിയൊരു പ്രശ്നമാണ്. ഇത് നാം സിനഡിൽ നാം നമ്മുടെ അഭിപ്രായമായി പറയണം എന്ന് തന്നെയാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. മറ്റൊന്ന് നൊസ്തോറിയനിസമാണ്. നൊസ്തോറിയസിനെ വണങ്ങാൻ ഒരു ബാധ്യതയും കേരളത്തിലെ ക്രൈസ്തവർക്കില്ല. അമ്മ മാതാവിനെ വണങ്ങുക എന്നുള്ളത് ഭാരതപർവ്വതത്തിൽ രക്തത്തിൽ അലിഞ്ഞു ചേർത്തിട്ടുള്ളൊരു കാര്യമാണ്.
പയ്യപ്പള്ളിയച്ഛൻ്റെ കാര്യം ഞാൻ പറയാനുള്ളൊരു കാര്യം ഞാൻ മറന്നുപോയി. നമ്മൾ ഇപ്പോൾ ഇന്നലെ ടീച്ചർ സാറ് പറഞ്ഞപ്പോഴും അച്ഛൻ പറഞ്ഞപ്പോഴും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവൻ ഫിലിപ്പ് സാർ അത് പറഞ്ഞു, കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് കേരള ചരിത്രവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു ലിഖിത ചരിത്രമില്ല. നമ്മൾ പലപ്പോഴും സാന്ദർഭികമായി എഴുതി ചേർത്ത കഥകളെയാണ് നാം ചരിത്രമായിട്ട് ഘോഷിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ഈസ്റ്റ് സിറിയക് ചർച്ചിനെ കുറിച്ചുള്ള ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സ്വതന്ത്രമായ ഈസ്റ്റ് സിറിയക് പീരീഡ് എന്ന് പറയുന്നത് 1490 മുതൽ 1500 വരെയുള്ള 10 വർഷക്കാലമാണ്. ആ 10 വർഷക്കാലത്തിനിടയിൽ 3 വർഷത്തിൽ ഒരിക്കൽ മാത്രം വരിക എന്നുള്ളൊരു കാര്യമാണ്. അവരെവിടെയാണ് വന്നിട്ടത്? കൊല്ലത്ത് വന്നതിന് തെളിവുണ്ട്. പിന്നെ വന്നിട്ടുണ്ടാകാൻ സാധ്യതയുള്ളത് ആലങ്ങാടോ മൂഴിക്കുളമോ അങ്കമാലിയോ പറവൂരോ മാത്രമാണ്. അതിനപ്പുറത്ത് ആ കാലഘട്ടം ഒരു സ്വാധീനവും ചെലുത്തിയിട്ടില്ല. 1500 കബ്രാൾ വരുമ്പോൾ ഒരു പ്രതിനിധി ഇവിടെയുണ്ട് അങ്കമാലിയിൽ. ഈ വലിയ വിഷയത്തെ ഏറ്റവും ലളിതമായിട്ട് മനസ്സിലാക്കാൻ ഞാൻ ഒറ്റ കാര്യം പറയാം. ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സഭയുണ്ടായിരുന്നതായി പൗരസ്ത്യ ദേശങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ല എന്ന് അവർ തന്നെ പറയുന്ന കത്തുകൾ ചരിത്രരേഖകളായിട്ടുണ്ട്. അതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത്? അത് നമ്മുടെ ആളുകൾ ചരിത്രം എഴുതി കൂട്ടിയ കാര്യമാണ്. ഞാൻ ഇഗ്നേഷ്യസ് പയ്യപ്പള്ളി അച്ഛനെ കുറിച്ച് പറയാനുള്ളൊരു കാരണം, അച്ഛൻ വിദേശത്തൊക്കെ പഠിച്ച ആളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ബോധം തന്നെ മുന്നിട്ട് നിൽക്കുന്നയാളാണ്. പക്ഷെ 2 കാര്യങ്ങളിൽ ഇഗ്നേഷ്യസ് പയ്യപ്പള്ളി അച്ഛൻ വ്യത്യസ്തനാണ്. ഒന്ന്, അദ്ദേഹം ചരിത്രം നിർമ്മിക്കുന്നില്ല എന്നുള്ളതാണ്. തെണ്ടിപ്പെറുക്കി നടന്ന് കിട്ടാവുന്ന ചരിത്ര വസ്തുക്കളെല്ലാം, പുരാവസ്തുക്കളും പുരാരേഖകളുമൊക്കെ വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി എറണാകുളത്ത് ആർക്കിവൈസിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 2ാമത്തെ കാര്യം, തിരുത്താനുള്ള നല്ല മനസ്സാണ്. താൻ എഴുതിയതിൽ പോലും പിശകുണ്ടെങ്കിൽ അത് തിരുത്തണമെന്നും കേരളത്തിൽ നല്ല വിശ്വാസ ചരിത്രബോധമുള്ള ഒരു ക്രൈസ്തവ സമൂഹത്തിന് ഉപകരിക്കുന്ന ക്രൈസ്തവ ചരിത്രം ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്ന ഇഗ്നേഷ്യസ് പയ്യപ്പള്ളി അച്ഛനിൽ നിന്നും മെത്രാന്മാർ പഠിക്കേണ്ടിയിരിക്കുന്നു, തിരുത്തേണ്ടിയിരിക്കുന്നു. 2 വാചകം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ സിനഡ് കൂടുമ്പോൾ നമ്മൾ ഇന്ന് ക്രിസ്ത്യാനി എന്ന് പറയുന്നത് വിൽക്കാൻ വെച്ചിരിക്കുന്നൊരു സാധനമാണ്, ലേലത്തിൽ വെച്ചിരിക്കുകയാണ്. പക്ഷേ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ ഭാഗധേയം നിർണ്ണയിക്കണം. നിങ്ങളുടെ രാഷ്ട്രീയം എന്തുമായിക്കോട്ടെ, രാഷ്ട്രീയം നവീകരിക്കാനുള്ള ഏക വഴി രാഷ്ട്രീയത്തിൽ ഇടപെടുകയാണ്. സാധിക്കുന്നവരെല്ലാം തെരഞ്ഞെടുപ്പിന് മത്സരിക്കണം. 3ാമതൊരു കാര്യം കൂടി പറയാനുണ്ട്. കേരളത്തിലെ ക്രൈസ്തവരുടെ മുഖമുദ്ര അവർ ജനകീയ പ്രശ്നങ്ങളിൽ എക്കാലത്ത് ഇടപെട്ടിരുന്നു എന്നുള്ളതാണ്. പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്നത് മിഷണറിമാർ സംഭാവന ചെയ്ത പദമാണെങ്കിലും നാം പ്രാവർത്തികമാക്കിയതാണ്. ഇന്നത്തെ സാമൂഹിക പ്രശ്നം പള്ളിക്കൊപ്പം ഒരു പട്ടിക്കൂട് വേണമെന്നുള്ളതാണ്. അത്രമാത്രം ശല്യമാണ് പട്ടിയെ കൊണ്ട്, തെരുവ് പട്ടിയെ കൊണ്ട് നമ്മുടെ നാട്ടിലെ പട്ടികളെ ഒരെണ്ണത്തിനെങ്കിലും ഒരു പള്ളിയിൽ കൂട്ടിലടയ്ക്കാൻ കഴിഞ്ഞാൽ അത് ചരിത്രമാവും. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി.